വയനാട് വൈത്തിരിയിൽ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു കാട്ടുപോത്ത് വൈകിട്ടോടെയാണ് ദേശീയപാതയോട് ചേർന്ന കെട്ടിടത്തിന്റെ മുകളിൽ ഈ കാട്ടുപോത്ത് എത്തിയത്. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയതോടെ ഇറങ്ങിയത് കാട്ടിലേക്ക് മറയുകയും ചെയ്തു. സുജിത്ത് അയ്യപ്പത്താണ് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. സുജിത്ത്, എന്താണ് സംഭവം? ഇങ്ങനെയൊരു കഥ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ നാട്ടിലെ മൃഗങ്ങൾക്ക് പോലും ഈ സ്റ്റെപ്പിലൂടെ കോവണി പടി കയറി മുകളിലേക്ക് എത്തുക പ്രയാസമാണ്. ഇതൊരു കാട്ടുപോത്താണ് ഈ രീതിയിൽ 2 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ എത്തിയത്. ഇത് ഏത് വഴി കയറി പറ്റിയവിടെ? പ്രജിൻ, ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരാൾ എന്നെ വിളിച്ചിരുന്നു, ഒരു ദൃശ്യം നൽകി. അത് ആ കാട്ടുപോത്ത് തന്നെയാണ്. ഈ കാട്ടുപോത്ത് അത് ആ കാട്ടുപോത്തിന്റെ ദൃശ്യമായിരുന്നു. ദേശീയപാതയിലുടനീളം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തടഞ്ഞു വിലങ്ങും പാഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം വൈത്തിരി മേഖലയിലുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കഥ മാറിയത്. ഉച്ചയ്ക്ക് ശേഷം ഇത് ദേശീയപാതയോട് ചേർന്നുള്ള ഒരു 2 നില കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ മുകളിലാണ് കാട്ടുപോത്ത് കയറി നിൽക്കുന്നത്. ആ ദൃശ്യം നാട്ടുകാർ പകർത്തുകയായിരുന്നു. പക്ഷേ ആളുകൾ ബഹളം വെച്ചതോടെ ഇത് കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി നേരെ കാട്ടിലേക്ക് മറയുകയുണ്ടായത്. മേഖല എന്ന് പറയുന്നത് ഫോൺ ലൈനിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് സുജിത്ത് പറയുന്നത് കൃത്യമായിട്ട് അങ്ങോട്ട് വ്യക്തതയോടുകൂടി കേൾക്കുന്നില്ല. എന്തായാലും സുജിത്ത് പറഞ്ഞനുസരിച്ച് ഇന്നലെ രാത്രി വേറൊരാൾ ഒരു ദൃശ്യം അയച്ചു തരുന്ന ഒരു കാട്ടുപോത്തിന്റെ ആ കാട്ടുപോത്ത് തന്നെയാണ് ഇത് എന്നാണ് സുജിത്ത് പറഞ്ഞത്. പക്ഷെ അതെങ്ങനെ അവിടെ കയറിപ്പറ്റി എന്നതിൽ നമുക്ക് എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല. നാട്ടുകാർ ശബ്ദം വെച്ചു, അപ്പം തന്നെ അത് ഇറങ്ങി കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്.